ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ കൃഷിയുടെ ഓരോ ഘട്ടങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന്, അതിൻ്റെ വളർച്ചയും കാര്യങ്ങളുമെല്ലാം. അപ്പം ഇത് എൻ്റെ വഴുതനയല്ല കത്തിരി ഈ പരുവമായിട്ടുണ്ട്. ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു. അപ്പം ഇത് ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ വളർച്ച ആ ഒരു മാസത്തെ വളർച്ച ആയിട്ടില്ല. ഇതിന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നോക്കുമായിരുന്നെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് ഇതിൽ പൂവിടേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഇത് പൂവാണ് ഇതിന് വരുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എങ്കിലും സാരമില്ല, നമ്മുടെ നോട്ടക്കുറവും കാര്യങ്ങളും കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം വഴുതന ആ രൂപത്തിൽ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ തക്കാളി മോനെ ശ്രദ്ധിച്ചു വരണം, തെന്നുന്നുണ്ട്. തക്കാളി ഈ പരുവമായി. തക്കാളി പൂത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇതൊന്നും കായാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട വളം ആ സമയത്ത് ഇട്ട് കൊടുക്കാത്തത് കാരണം ഇത് കായാകുമോ എന്നോ എനിക്ക് സംശയമുണ്ട്. ചിലത് കായായേക്കും. ഇത് ചിലപ്പോൾ കായാകും, ഇതൊക്കെ ചിലപ്പോൾ കായായേക്കും, പിടിച്ചേക്കും. പക്ഷെ അതിൽ പിടിക്കാൻ സാധ്യത കുറവാണ്. ഇതിനും മൂന്നാമത്തെ ഈ തക്കാളിയും പൂത്തന്നെന്ന് വെച്ചാൽ, പക്ഷെ ഞാൻ വളയിട്ടു. മിനിഞ്ഞാന്ന് ഞാൻ എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും ചാണകപ്പൊടിയൊക്കെ കൂടി ഇട്ട് മണ്ണും ശകലയിട്ട് ഞാൻ അവന് മൂടി കൊടുത്തിട്ടുണ്ട് തക്കാളിക്ക്. ഈ തക്കാളി കണ്ടിട്ട് ഒരു നാടൻ വെറൈറ്റി തക്കാളി, നാടനാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ട ഒരു നീലപ്പ് പോലെ തോന്നുന്നു. നാടനാണ് സാധാരണ ആ കളറ് ഞാൻ കാണാറുള്ളത്. അപ്പം നാടൻ തക്കാളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ തക്കാളി അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി സാധനം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം നമുക്ക് നോക്കാമെങ്കിൽ മാത്രമേ നമ്മൾ അത്രയും കയറ്റി വെച്ചിട്ട് കാര്യമുള്ളൂ. ഞാൻ ഓരോന്നായിട്ടാണ് വെച്ച് തുടങ്ങുന്നത്. ഉള്ളി ഈ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്തു, ഉള്ളിക്ക് ഇച്ചിരി ചാണകപ്പൊടിയും എല്ലുപൊടിയും ഇട്ട് കൊടുത്തിട്ട് ഞാൻ ശകലം മണ്ണിട്ടങ്ങ് മൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇത് കണ്ടത് ഇതൊരു മുള. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഉള്ളി, ഇതൊരു മുള, അതൊരു ഉള്ളി ഉണ്ടത്, ഇത് 2 മുള, അതും ഒരു ഉള്ളി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു കടയിൽ 4 ഉള്ളി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറിക്കുമ്പോൾ നമുക്കറിയാം. അത് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അടുത്തതും പൊട്ടിക്കിളുത്ത് വരുന്നുണ്ട്. എന്തായാലും ഉള്ളിയും കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. വേറെ ഉള്ളി ഞാൻ വെച്ചിട്ടില്ല, വെക്കും. എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ വെക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വലിയ ഗ്രോ ബാഗ് വാങ്ങിയെന്ന്. വലുതല്ല, ഇച്ചിരി വായുവട്ടമുള്ളത്. അത് ഇതിന് വേണ്ടിയാണ്. കണ്ടത് ചീര, ഒരു 4 മൂടി ചീര വെച്ച് ഞാൻ 3 ഗ്രോ ബാഗിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വളർന്നു വന്നാലും ഇതിന് ഇച്ചിരി വായുവട്ടം ഉള്ളത് കാരണം കുഴപ്പമില്ല, ഒരു ഷെയ്ഡ് കിട്ടിക്കോട്ടെ എന്നോർത്ത് ഇതിനടിയിൽ വെച്ചതാണ്. മഴയല്ലേ, ഒക്കെയൊന്ന് മഴ ഇച്ചിരി ഇതായിട്ട് നമുക്കെടുത്ത് വെളിയിലോട്ട് വെക്കാം. അപ്പം അങ്ങനെ ഒരു ചീര ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അവനും അപ്പോൾ ഞാൻ പുതിയതായിട്ട് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ചീരയും ഒരു ഇച്ചിരി വെണ്ടയും നമ്മുടെ പാലക്ക്, കുക്കുംബർ അത് ഞാൻ പാകിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുമ്പളം ഞാൻ പാകിയിട്ടില്ല. കുമ്പളം പാകിയിട്ടില്ല. കൊത്തമര ഞാൻ പാകിയിട്ടുണ്ട് അതിനകത്ത്. എനിക്ക് തോന്നുന്നു കൊത്തമരയ്ക്ക് വേര് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. ഇത് വേരാന്ന് തോന്നുന്നു. ഒരെണ്ണത്തിൻ്റെ അവിടെ കിടക്കട്ടെ. പക്ഷെ പാലക്കിന് വേര് മുളച്ചിട്ടുണ്ട്. പാലക്ക് മേടിച്ച പാലക്ക് ഞാൻ അതിനകത്ത് പാകിയിട്ടുണ്ട്. അപ്പം അതിന് വയ്യ വേരാവുന്നുണ്ട്. പിന്നെ ഞാൻ ഇത് രണ്ടും പാകിയിട്ടില്ല. ഞാൻ എന്നാന്ന് വെച്ചാൽ അതൊന്നായി അതിനെ ഒന്ന് വെക്കട്ടെ, എന്നിട്ട് ഇതിനെ ഈ കുക്കുംബറിനെയൊക്കെ വെക്കാം. എന്നെ സംബന്ധിച്ച് ഇത് കിളുത്ത് നിന്ന് കഴിഞ്ഞാൽ അതിനെ പറിച്ച് മാറ്റി വെച്ചില്ലെങ്കിൽ അതും ഒരു വിഷമം, ഒരു സങ്കടമാവും. അത് കാരണം അത് പാലക്കും കൊത്തമരയും പിടിച്ച് അതിന് ഞാനൊരു പിടിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത നമ്മുടെ കുക്കുംബറിനെ പാകുന്നുള്ളൂ. കുക്കുംബറിനെയൊക്കെ പാകുക എന്ന് പറഞ്ഞാൽ അത് കിളുത്ത് വന്നാൽ ഉടനെ തന്നെ അതിനെ ചട്ടിയിലോട്ട് നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ അതിന് വെക്കേണ്ട സ്ഥലങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കുക്കുംബർ നമുക്ക് പാകാം. അപ്പം നിലവിൽ എൻ്റെ അന്ന് വെച്ച കത്തിരി നന്നായി നിൽപ്പുണ്ട്. സന്തോഷം. നമ്മുടെ തക്കാളിയും നന്നായി നിൽപ്പുണ്ട്. തക്കാളി
പൂത്തതിൽ വളരെ സന്തോഷം. കായ് പിടിക്കണം, എന്നാലും പൂത്തല്ലോ, അതും വളരെ സന്തോഷം. ഇനി ഞാൻ അടുത്തത് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ മുളകാണ്. നിലത്തുനിന്ന് പൊങ്ങിയിട്ടില്ല മുളക്, പക്ഷേ അവത്തിൽ ഇതാ ഇത് ഇട്ടു. കണ്ടോ? അതെ, നിങ്ങൾ നോക്കിക്ക്, പൂ കുത്തി മുളകിന്. കണ്ടോ? പൂ കുത്തി. നിലത്തുനിന്ന് അവർ പൊങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, അന്ന് വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് തീർത്തും ആവശ്യമായി കിടന്ന ഒരു മുളകാണ്. അവന് 2 ഇലയൊക്കെ ഇട്ട് കേട്ടോ. 2-3 എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞ്, ഇത് 3-4 ഇല എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞിട്ടാണ്. എങ്കിലും അവന് ഞാൻ വളമൊക്കെ കൊടുത്തത് കാരണം പയ്യെ പയ്യെ വരുന്നുണ്ട്. പയ്യെ വളർന്നാൽ മതി, നമുക്ക് സ്പീഡിൽ വളരണ്ട. പിന്നെ ഇത് നമ്മുടെ പയറാണ്. പയർ നിന്ന് മുരടിച്ചത് കാരണം അവനെ വെച്ചപ്പോഴേ തന്നെ പൂ വന്നു. ഇത് കണ്ടോ? ഈ പൂവൊന്നും പിടിക്കുന്ന പൂവല്ല. പിന്നെ ഇതിൻ്റെ മേളിലോട്ട് വള്ളി ഇങ്ങനെ നീണ്ടുപോയിട്ട് ഒരു ബലമില്ലാത്തൊരു വള്ളി ആയത് കാരണം ഞാൻ ആ വള്ളി അങ്ങ് നുള്ളിക്കളഞ്ഞു. നല്ല ബലമുള്ളൊരു വള്ളി വരട്ടെ എന്ന് ഓർത്തത്. അടിയിൽ നിന്ന് പൊട്ടിക്കെളുത്ത് വരുന്നുണ്ട്. അവനെനിക്ക് ഇതിന്മേലോട്ട് കയറ്റണം. അങ്ങനെ ഇതുണ്ടോ, അന്ന് ആ തീർത്തും മോശമായി കിടന്ന ആ പയറും വലിയ കുഴപ്പമില്ലാതെ കയറി വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് എൻ്റെ ഈ പയർ ഇതുമേലെ ഈ പൂ ഇത് കണ്ടോ? അതെ, ഈ പയറിന് പൂ കുത്തി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പയർ ശരിക്കും പറഞ്ഞാൽ 45-ാം ദിവസം കായ എടുക്കാമെന്നും പൂ പയറാവും എന്നൊക്കെ പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ 1.5 മാസം ആകുമ്പോഴത്തേക്കും നമ്മൾ പയർ പറിക്കാറുള്ളതാണ്. അപ്പോൾ ആ 1.5 മാസം കഴിഞ്ഞത് കൊണ്ടാണ് അവൻ്റെ സമയം ആ പ്രായമായപ്പോൾ അവൻ പൂ കുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചട്ടിയിൽ നിന്ന് വെച്ച് വയ്യ ഇവൻ പൊങ്ങുന്നേ ഉള്ളൂ. ഇതിനും അതുപോലെ ഇത് കണ്ടോ, നീണ്ടൊരു വള്ളി അങ്ങ് നീണ്ടിട്ടുണ്ടായിരുന്നു. ആ വള്ളി ഞാൻ അതിൻ്റെയും ഒടിച്ചു കളഞ്ഞത്. ഇപ്പം നല്ല ബലമുള്ള 2 വള്ളികൾ വേറെ കിളുത്ത് വരുന്നുണ്ട്. അവനെ കയറ്റണം. പിന്നെ ഇതിന് ഞാൻ വള്ളി ഒടിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് നോക്കിയിട്ട് വലിയ കുഴപ്പം ഇല്ലായിരുന്നു. അവൻ അധികം പൊങ്ങിയില്ല. അത് കാരണം ഞാൻ വള്ളിയൊന്നും ഒടിച്ചില്ല. എങ്കിൽ പോലും അവൻ നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി തന്നെ വരുന്നുണ്ട്. അവനെ മേളിലോട്ട് കയറ്റണം, വള്ളി കെട്ടി കയറ്റണം സമയം അനുസരിച്ച്. പിന്നെ എൻ്റെ താഴത്തുനിന്ന് ഉണ്ടായി കിടന്ന പാവലിനെ ഞാൻ മേളിലോട്ട് കയറ്റി വിട്ട് ഞാൻ എപ്പോഴും വന്ന് നോക്കിയിട്ട് ഒരു പാവക്ക പോലും കണ്ടില്ല. ഒരു പാവക്ക നമുക്കുണ്ടെങ്കിൽ അത് കൂട് കുത്തി ഇടാമല്ലോ എന്നൊക്കെ ഓർത്ത് ഇന്നും വന്ന് തപ്പുന്നതേ. ഇപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞു പാവക്ക. പക്ഷേ ഇവൻ നന്നാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പുഴു എവിടെയൊക്കെ പുഴു തിന്നിട്ട് പുഴുവിൻ്റെ മുട്ടയാണ് ഈ കാണുന്നതൊക്കെ. കണ്ടോ, ഒരു കറുത്ത കളറ് നിങ്ങൾ കാണുന്നില്ലേ? അത് പുഴു ഇലയൊക്കെ തിന്നിട്ടിട്ടേക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവന് കൂട് കുത്തിയാൽ എങ്ങനെയാവുമെന്ന് അറിയില്ല. എങ്കിലും ഞാനൊരു കൂട് കുത്തി ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പാവയ്ക്കയും കുഴപ്പമില്ലാത്ത രീതിക്ക് ആയി വരുന്നു. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇവരുടെ പുറകെ നടന്ന് ഇവരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവർ നന്നായി വരികയുള്ളൂ. പിന്നെ ഞാൻ ഇപ്പം നമുക്കൊരു നേഴ്സറി ചെന്നിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി തൈകൾ മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ചാൽ ഇതിനകത്ത് നിറച്ചും പച്ചക്കറി ഉണ്ടായി വരും. ഈ ഉണ്ടായി വരേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ വെക്കില്ല. എനിക്ക് നോക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാനത് വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യമേ എനിക്ക് ഇത്രയും ഈ 3-4 കൂട്ടം വെച്ചപ്പോൾ തന്നെ എനിക്ക് അവരെ വന്ന് നോക്കാനുള്ളൊരു സമയമില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ആ 4 പേരെ ഞാൻ നോക്കി റെഡിയായി വന്നപ്പം ഞാൻ അടുത്ത പച്ചക്കറി വെച്ചു. സമയം കണ്ടെത്തി അത് വെച്ചു. അങ്ങനെ വെച്ച് ഓരോന്ന് വെച്ച് നമുക്ക് പയ്യെ ഇതൊരു നല്ല പച്ചപ്പുള്ളൊരു മട്ടുപ്പാവാക്കി നമുക്ക് മാറ്റാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി.